ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെ കെ തോട്ട്സിലേക്ക് സ്വാഗതം. ജോലി കിട്ടുമെന്നവർക്ക് ഉറപ്പിക്കുന്നവർക്ക് ജെ കെ തോട്ട്സിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. ചില കാര്യങ്ങൾ ഇനി ശ്രദ്ധിച്ചാലും മതി, ഇനി പഠിച്ചാലും മതി, നിങ്ങൾക്ക് LGS കിട്ടും. കാരണം LGS ഇനിയും 1-2 മാസമൊക്കെ ഉണ്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സ്ട്രാറ്റജി നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം LGSനെ സംബന്ധിച്ചിടത്തോളം ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് ബേസ് ചെയ്ത് എന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടോ അതെല്ലാം പഠിക്കണം. പിന്നെ മാത്സിന് നിങ്ങൾക്ക് ബേസ് ഇല്ല എങ്കിലും മാത്സിന് ബേസ് ഉണ്ടാക്കിയെടുക്കണം. കാരണം സിലബസ് അനുസരിച്ചിട്ട് 20 മാർക്കോളം മാത്സിനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, മാത്സ് SCERTൻ്റെ 5 മുതൽ 10 ക്ലാസ്സിലെ പുസ്തകങ്ങൾ ബേസ് മുതൽ തന്നെ പഠിക്കുക. ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാത്ത രീതിയിൽ വേണം പഠിക്കാനായിട്ട്. അപ്പോൾ അത്യാവശ്യം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഒരു മാത്സ് സിലബസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം LGSന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. കാരണം ഒരു സാധാരണ ലെവൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കട്ട് ഓഫ് വളരെയധികം കൂടാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നല്ല രീതിയിൽ വേണം പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. പക്ഷേ ഇനി പഠിച്ചാലും മതി, ഇനി ഒത്തിരി സമയമുണ്ട്. അത്രയ്ക്കും വലിയ സിലബസ് ഒന്നുമല്ല നിങ്ങൾ കരുതും പോലെ. പക്ഷേ ഉള്ള സിലബസ് കുറേ അധികം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നല്ലൊരു റാങ്കിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി SCERTക്കകത്ത് നിങ്ങൾ SCERT പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, SCERT ഉറപ്പായിട്ടും പഠിക്കണം. 5 മുതൽ 10 ക്ലാസ് വരെയുള്ള പുസ്തകങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഈ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ 5, 7, 9 ക്ലാസ്സുകളിലെ പുസ്തകങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റം അനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്, എന്തൊക്കെയാണ് മാറ്റം വന്നിട്ടുണ്ടത് എന്നൊന്നും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മുടെ ഈ ചാനലിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നതാണ്. പിന്നെ ഉള്ളത് കറണ്ട് അഫെയർസ് ആണ്. കറണ്ട് അഫെയർസിനും എന്താണ് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ക്ലാസ്സിൽ നിങ്ങളൊന്നും ആഴത്തിലൊന്നും കറണ്ട് അഫെയർസ് പഠിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും PSC ബുള്ളറ്റിനിൽ വരുന്ന കറണ്ട് അഫെയർസ് കംപ്ലീറ്റ് പഠിക്കണം. അത് മാത്രമല്ല ടോപ്പിക് വൈസ് ആയിട്ടുള്ള അവാർഡുകൾ, അതുപോലെ അതും കേരളത്തിൽ നിന്നുള്ള അവാർഡുകളും ഇന്ത്യയിൽ നിന്നുള്ള അവാർഡുകൾക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ ഇലക്ഷനൊക്കെ വന്നതുകൊണ്ട് ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ, ഈ ഇടയ്ക്ക് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർസ് ഉണ്ട്, അത് റിലേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ മരിച്ച ആൾക്കാർ, അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളൊന്ന് അത്യാവശ്യം പഠിച്ചിരുന്നാൽ അത്യാവശ്യം നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും കറണ്ട് അഫെയർസിന്. പിന്നെ ഉറപ്പായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിരിക്കണം. എത്തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെങ്കിലും നമുക്ക് ഫേസ് ചെയ്യണം. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയാലും സിമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയാലും ത്രൂ വർക്കൗട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു പരീക്ഷയെ നേരിടാനായിട്ട് സാധിക്കത്തുള്ളൂ. അതല്ലാതെ നമ്മൾ സിലബസ് അനുസരിച്ചിട്ട് എല്ലാം പഠിച്ചിട്ട് പോയെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. പകരം സിലബസ് അനുസരിച്ചിട്ട് ഏതൊക്കെ പോർഷൻസ് നിങ്ങൾ പഠിക്കുന്നുണ്ടോ ആ പോർഷൻസിൻ്റെ എല്ലാം തന്നെ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കുകൾ ഒഴിവാക്കാനും കറക്റ്റ് ഉത്തരം കണ്ടെത്താനും അതുപോലെ പരീക്ഷാ ഹാളിൽ ഉള്ള സ്ട്രെസ് ഒഴിവാക്കാനും ഒക്കെ സാധിക്കത്തുള്ളൂ. പിന്നെ കോമ്പറ്റീഷൻ വളരെ ഹൈ ആണ്. കാരണം നിങ്ങൾക്കറിയാം പോപ്പുലേഷൻ കൂടുതലുണ്ട്, അതുമാത്രമല്ല ജോലി അത്യാവശ്യമാണ് എല്ലാവർക്കും. ഇതെല്ലാം കൊണ്ട് തന്നെ ഗവൺമെൻറ് ജോലി കുറച്ച് സെക്യൂർഡ് ആണ്. ഇതെല്ലാം കൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ജോലിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വളരെ ഹൈ ആണ്. പിന്നെ LGSനെ സംബന്ധിച്ചിടത്തോളം സിലബസ് സിമ്പിൾ ആയതുകൊണ്ട് ഡിഗ്രി ലെവൽ ആൾക്കാരൊക്കെ LDC നോക്കുന്ന സമയത്തും LGS നേടാമെന്ന് നമ്മുടെ ഡിഗ്രി പാസ്സാവാത്ത ആൾക്കാർ, പല ആൾക്കാരും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു കോമ്പറ്റീഷൻ ബൂസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു മാർക്കിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ. അത് മാത്രമല്ല ഈ ഒരു SCERT പഠിക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും SCERTൻ്റെ കംപ്ലീറ്റ് എന്തൊക്കെയുണ്ടോ ക്വസ്റ്റ്യൻസ് അതെല്ലാം ഓരോ ചാപ്റ്റർ വൈസ് പഠിച്ചിരിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ
PSC ബേസിക്സ് എന്ന ആപ്പിൽ, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. PSC ബേസിക്സിൻ്റെ ആപ്പിൽ SCRT ഫിനിഷിംഗ് പോയിൻ്റ് അത് ഫോർ LGSൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള മാത്സ്, പിന്നെ സയൻസ്, അതുപോലെ സോഷ്യൽ സയൻസ് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്വസ്റ്റ്യനുകൾ, അതുമാത്രമല്ല നോട്ട്സുകൾ, വീഡിയോ ക്ലാസ്സസ് എല്ലാം ഒരു 32 ദിവസം കൊണ്ട് കവർ ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു മാസം ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് SCRT പോർഷൻസും വളരെ സിമ്പിളായിട്ട് കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം അത്തരത്തിൽ എന്താണ് സിലബസ് അനുസരിച്ചിട്ട് തന്നെ SCRT ഫിനിഷിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് LGSന് വേണ്ടിയിട്ട് നമ്മുടെ PSC ബേസിക്സ് എന്ന ആപ്പിൽ അവൈലബിൾ ആണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് ഈടാക്കുന്നത്. 6 മാസം വരെ കോഴ്സ് വാലിഡിറ്റിയും ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.